നീ എന്താ കരുതി? എന്നെ പറ്റിച്ച് കടന്നു കളയാന്നോ? അതോ ഞാൻ പണത്തിന് വേണ്ടി ബുദ്ധിമുട്ടിക്കുമ്പോ സ്ത്രീ സ്വാതന്ത്ര്യവും പറഞ്ഞ് ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിക്കളയാന്നോ? സാർ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. എനിക്ക് സാറിനോട് യാതൊരു വിരോധവുമില്ല. നിനക്കെന്തിനാ എന്നോട് വിരോധം? എന്റെ 50 ലക്ഷം രൂപ നിന്റെ കയ്യിലല്ലേ ഇരിക്കുന്നേ. അപ്പോ നിനക്ക് ഒട്ടും വേദന ഉണ്ടാവില്ല. പക്ഷെ കിട്ടാനുള്ള എനിക്ക് വേദനിക്കും. എന്നെ ഇവിടെ കൊണ്ടുവന്നത് കൊണ്ട് സാറിന് പണം കിട്ടുമോ? നിനക്ക് നിന്റെ അച്ഛൻ ഓഹരി തന്നില്ല. ആഗ്രഹിച്ചതിന് പകരമായിട്ട് ഒരു നുള്ളു മണ്ണ് പോലും തന്നില്ല. പക്ഷേ നിന്നെ ഇവിടെ ഇരുത്തിക്കൊണ്ട് ഞാൻ നിന്റെ അച്ഛനോട് ചോദിച്ചാ അയാൾ എന്റെ മേശപ്പുറത്ത് പണം കൊണ്ടുവന്ന് വെക്കും. അത് വെറും തോന്നലാ സാറേ. എനിക്ക് എന്ത് പറ്റിയാലും അച്ഛൻ വരില്ല. ഗുണം അല്ലാതെ എന്തു പറയാനാ? പിന്നെ ദേ മോളെ, ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാ ദാ ഇവന്മാര് വാങ്ങിച്ചോണ്ട് വരും. റെസ്റ്റ് എടുക്കാനാണെങ്കിൽ ആവശ്യത്തിന് മുറികളുണ്ട്. വേറെ പ്രത്യേകിച്ച് എന്തെങ്കിലും ആവശ്യം വന്നാ ഒരു വാക്ക് മാത്രം പറഞ്ഞാൽ മതി, അത് നിന്റെ മുമ്പിലെത്തിയിരിക്കും. എന്ന് പറഞ്ഞാ അല്പം സൗഭാഗ്യമുള്ള തടവുകാരിയായിട്ട് കുട്ടിക്ക് ഇവിടെ ഇരിക്കാം. അതല്ല, മറിച്ച് ചില ലേഡീസ് സൂപ്പർ സ്റ്റാറെ പോലെ വിചാരിച്ച് ചില മണ്ടത്തരങ്ങളൊക്കെ കാണിച്ച അങ്ങനെ എന്തെങ്കിലും മോളുടെ ഭാഗത്തുനിന്നുണ്ടായാ എനിക്ക് മേലും കീഴൊന്നും നോക്കാനില്ല, തീർത്തു കളയും ഞാൻ. തൽക്കാലം നീ സേഫാ. നീ നന്നായിരിക്കുന്നിടത്തോളം കാലം. കേട്ടോടേ, വാടാ. മോളെ, 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 അച്ഛനത് എവിടെയായിരുന്നു? ഞാനിവിടെ തനിച്ചല്ലേ, അത് ഓർമ്മ വേണ്ടേ അച്ഛാ? അച്ഛൻ ഒരുപാട് ദൂരെയായിരുന്നു. മോളുടെ കാര്യം ആലോചിച്ചപ്പോ തിരക്കട്ടിങ് വന്നതാ. ഒരുപാട് അലഞ്ഞു നടന്നോ? ഇല്ല. അച്ഛന്റെ മുഖത്തൊക്കെ നല്ല ക്ഷീണമുണ്ട്. സ്നേഹിക്കുന്ന കണ്ണോട് നോക്കിയാൽ ചെറിയ ക്ഷീണം പോലും തിരിച്ചറിയാം. മോളുവാ. എങ്ങോട്ട്? അച്ഛനല്ലേ വിളിക്കുന്നേ? നമുക്കൊരുപാട് സംസാരിക്കാനുണ്ട്. മോളുവാ. ഇവിടെ ഇരിക്കേ. എന്താ അച്ഛാ? ഒന്നുമില്ല. അച്ഛൻ മോളെ കാണുകയല്ലേ. അച്ഛൻ എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? പ്രത്യേകിച്ച് എന്തെങ്കിലും? ഉണ്ട് മോളെ. മോളിപ്പോ ഒരു തീരുമാനം എടുത്തില്ലേ ഹരിയുടെ കാര്യത്തില്? അങ്ങനെ ഒരു കാര്യം അച്ഛന്റെ മനസ്സിൽ നേരത്തെ ഉണ്ടായിരുന്നു. അച്ഛൻ എന്നോട് വെറുതെ പറയല്ലോ. ഹരി നല്ലവനാ. അവൻ മനസ്സ് നിറയെ നന്മയുള്ള ഒരുത്തനാ. മണ്ണിനെയും മനസ്സിനെയും അടുത്തറിയുന്നവനാ. ഞാൻ ഹരിയോട് തന്നെ പറഞ്ഞിട്ടുണ്ട് അയാളെ കാണാൻ ഒത്തിരി വൈകിപ്പോയി എന്ന്. എന്നിട്ട് ഹരി എന്താ പറഞ്ഞത് അച്ഛാ?
അയാളുടെ ഉള്ള് അന്ന് ഞാൻ അളന്നില്ല. പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി, അയാൾ ഉള്ളിൻ്റെ ഉള്ളിൽ സ്വപ്നങ്ങൾ കൂട്ടിവെച്ച് നടക്കുകയായിരുന്നു എന്ന്. ഒരുപാട് മുൻപേ ഞാൻ ഹരിയോട് തുറന്നു പറയായിരുന്നു. പക്ഷേ ഞാൻ നിന്നിരുന്ന സാഹചര്യങ്ങള് അച്ഛനറിയാലോ. ജീവിതത്തിലെ ഏറ്റവും നല്ല കാര്യങ്ങൾക്ക് ചിലപ്പോൾ നമ്മൾ കുറച്ച് കാത്തിരിക്കേണ്ടി വരും. നിങ്ങളുടെ കാര്യത്തിൽ സംഭവിച്ചതും അത് തന്നെയാണ്. ഇനി എന്നും മോളിച്ചിരിക്കുക തന്നെ വേണം, എന്നും നല്ല സ്വപ്നങ്ങൾ കാണണം. പിന്നെ അച്ഛൻ്റെ കൈപിടിച്ച് നടന്ന് ആ സ്വപ്നങ്ങളൊക്കെ പൂർത്തിയാക്കണം. അച്ഛാ, മോളെ, അച്ഛൻ മോളുടെ കൂടെ തന്നെയുണ്ട്. മോൾക്ക് സന്തോഷവും സൗഭാഗ്യങ്ങളും ഉണ്ടായേക്കാവുന്ന ഓരോ നിമിഷവും അച്ഛൻ നിന്റെ അടുത്ത് തന്നെ ഉണ്ടാവും, കേട്ടാ? അച്ഛാ, ഞാൻ അച്ഛന്റെ മടിയിലൊന്ന് കിടന്നോട്ടെ? ഹാ, അതിനെന്തിനാ ചോദിക്കുന്നേ? മോള് കിടന്നോ. മോള് കരയുന്ന കാണുമ്പോ അമ്മ ചില പരാതികളൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ അവളെ ആശ്വസിപ്പിച്ചു. വരാനിരിക്കുന്ന നല്ല കാലത്തിന്റെ സൂചനയാണെന്നും പറഞ്ഞ്. ഹരിയെ തിരഞ്ഞെടുത്തതിലും നല്ലൊരു കാര്യം എൻ്റെ മോളിനി ചെയ്യാനില്ല. എൻ്റെ മോൾക്ക് ഉറക്കം വരുന്നുണ്ടോ? വരുന്നുണ്ട് അച്ഛാ. അച്ഛന്റെ മടിയിൽ ഇങ്ങനെ കിടക്കുമ്പോ വല്ലാത്തൊരു സമാധാനം. അച്ഛന്റെ കൈ തലയിൽ തൊടുമ്പോ കണ്ണുകളൊക്കെ താൻ അടഞ്ഞു പോകുന്നത് പോലെ. ഉറങ്ങിക്കോ, മനസ്സമാധാനായിട്ട് ഉറങ്ങിക്കോ. അച്ഛൻ്റെ മോൾക്ക് അച്ഛൻ കാവലുണ്ട്. ആ, നല്ലൊരു മീൻ കഴിച്ചിട്ട് കാലം കുറയായി. അതാരും നടയിൽ ശാന്തായിട്ട് കിടക്കുന്നത്. അയ്യോ നിത്യ, അയ്യോ അയ്യോ മോളെ, മോളെ നിത്യേ, നിത്യേ മോളെ എഴുതേക്ക്. എടാ ഹരി, ഹരി ഒന്നിങ്ങ് വന്നേ. മോളെ എഴുതേക്ക് മോളെ. എന്താ അമ്മാവാ? വാ, പെട്ടെന്ന് വാ. നിത്യ മോളെ കിടക്കുന്ന കണ്ട മോളെ. എന്തു പറ്റി? മോളെ, മോളെ എഴുന്നേൽക്ക്. അമ്മാവ ഇത് എന്തു പറ്റി? എന്നോടാണോ? നീ നോക്ക്. നിത്യേ, നിത്യേ, നിത്യ എഴുന്നേക്ക്. മോളെ, എടാ എപ്പോഴാ ഈ കുട്ടിയോട് ഒന്ന് കിടന്നേ? അമ്മാവനൊന്ന് പിടിച്ചേ, നമുക്ക് അകത്തൂടെ കിടത്താം. എടുക്ക്, പോകട്ട്. വാ. മോളെ
നിത്യ നിത്യ മോളെ കണ്ണു തുറക്ക്. എന്താ അച്ഛൻ അച്ഛൻ മോളെ അച്ഛൻ അമ്മേ അച്ഛനെവിടെ? അച്ഛനാ മോളെ? അച്ഛൻ ഇന്നലെ വന്നിരുന്നു. രഘുവാ? അറിയില്ല. ഓ, അച്ഛൻ ഇന്നലെ രാത്രി വന്നു, എന്നെ വിളിച്ചു. ഞാനും അച്ഛനും കൂടി ഹരിയുടെ വീടിന്റെ ഉമ്മറത്തുള്ള മരമില്ലേ, അവിടെ കുറെ നേരം ഇരുന്ന് സംസാരിച്ചു. പിന്നെ ഞാൻ അച്ഛന്റെ മഴയിൽ കിടന്ന് ഉറങ്ങി. അല്ല, അച്ഛൻ എവിടെ പോയത്? എന്താ മോളെ ഇത്? അച്ഛൻ എങ്ങനെയാ നിന്റെ അടുത്തേക്ക് വരുന്നത്? സാധാരണ ഏട്ടൻ. പക്ഷെ അമ്മേ, അച്ഛനെ ഞാൻ ശരിക്കും കണ്ടു. അച്ഛൻ ഹരിയെ കുറിച്ച് ചോദിച്ചു. ഹരി അച്ഛൻ മരിക്കുന്നതിന് മുൻപ് നമ്മൾ ഒന്നിക്കേണ്ടവരാണെന്ന് പറഞ്ഞിട്ടുണ്ടോ ഹരിയോട്? ആശുപത്രിയില് പറഞ്ഞിട്ടുണ്ട്. പക്കം വരും അമ്മ. ചില സമയങ്ങളിൽ എന്നോട് അപ്പാവെ ഞാനും പാത്തിருக்கு. അമ്മ അവർ വരും, കുറെ നേരം പേസിക്കൊണ്ടേ ഇരിക്കും. അതുക്കപ്പുറം നമ്മ കണ്ണു മൂടുമ്പോ പോകും. അല്ല മോളെ, മോള് അച്ഛൻ ഇത്തവണ ആണ്ടുവലിട്ടായിരുന്ന? ഇല്ല, ഇത്തവണ അത് ചെയ്യാൻ പറ്റിയില്ല.
സുജാതെ, അതെ, നമ്മുടെ വിശ്വാസപ്രകാരേ തൃപ്തി കിട്ടാതെ വരുമ്പോഴാ ആത്മാവ് അലഞ്ഞു നടക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിനൊരു പരിഹാരം ചെയ്യണം. ഇയ്യോടാ, ആ ആൻറ്റി, നമുക്കൊരു ജോലിസിനെ ഒന്ന് വിളിച്ചാലോ? അദ്ദേഹം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറയുമല്ലോ. ആ വിളിക്കാം. എന്നാൽ പിന്നെ വേണ്ട ഏർപ്പാടുകളൊക്കെ ഞാൻ ചെയ്തോളാം. ഞാൻ ഇപ്പം തന്നെ വിളിക്കാം. ഹരി, താൻ പേടിക്കണ്ട. അച്ഛൻ്റെ ആത്മാവിന് നമ്മൾ സംതൃപ്തി കൊടുക്കും. അല്ല, രഘു എവിടെ സുജാതെ? രഘുവേട്ടൻ പാലക്കാട് പോയിരിക്കുക. അവിടെ നമ്മുടെ പ്രോപ്പർട്ടിയൊക്കെ ആകെ കാട് പിടിച്ച് കിടക്കുകയാണല്ലോ. ഓ, ഒന്ന് ക്ലീൻ ചെയ്യണം. എന്നിട്ട് കൊടുക്കാനുള്ള ഏർപ്പാടുണ്ടാക്കണമെന്ന് പറഞ്ഞു. ആ രഘുവേട്ടൻ രാത്രിയാകുമ്പോഴേക്കും എത്തും. ആ അപ്പോഴേക്കും നമുക്ക് ജോത്സനെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാം. ഉവ്വ. ആ എനിക്ക് പിന്നെ അങ്ങനെ നടക്കട്ടെ. ഉം. ആ ശരി മോളെ. நித்யாமா, ஒரு பயமும் வேண்டாம். உங்களோட அப்பா தானே. இப்ப நடക്കുന്നതൊക്കെ അവര് മേലെ ഇരുന്ന് പാക്കലയാ. அதோட சந்தோஷத்தில் வந்ததா. தைரியமா இருங்க. அம்மா, நான் வரேன். മോളെ, അമ്മ അറിഞ്ഞില്ലല്ലോ നീ ഇറങ്ങി പുറത്തേക്ക് പോയത്. ഈശ്വര, നേരം വെളുക്കും വരെ എന്റെ കുട്ടി അവിടെ കിടക്കുക പറഞ്ഞ. അച്ഛനുണ്ടായിരുന്നല്ലോ അമ്മേ, പിന്നെ ഞാൻ എന്തിനാ പേടിക്കുന്നേ? അച്ഛൻ്റെ ആത്മാവിന് വേണ്ടതെല്ലാം ചെയ്യണം. നമുക്ക് ചെയ്യാം. നിനക്ക് നിന്റെ അച്ഛൻ ഓഹരി തന്നില്ല. ആഗ്രഹിച്ചതിന് പകരമായിട്ട് ഒരു നുള്ളു മണ്ണ് പോലും തന്നില്ല. എനിക്ക് മേലും കീഴൊന്നും നോക്കാനില്ല. തീർത്തു കളയും ഞാൻ. മോളെ വീണേ, മോള് ഇതിനകത്ത് വൃത്തിയായിട്ട് നോപ്പിട്ടെ. ഇതൊക്കെ എന്തിനാ? എന്റെ ഒരു ധൈര്യത്തിനാ. എന്ത് ധൈര്യം? എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എടി കൊച്ചേ, നിന്നെ കൊണ്ടുവന്ന് ഇത്ര നേരായിട്ടും ഞാനോ എൻ്റെ ആൾക്കാരോ മോശമായിട്ടൊരു വാക്കുപോലും സംസാരിച്ചോ? മോശമായിട്ടുള്ളൊരു പെരുമാറ്റം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടോ? ഇല്ല. പക്ഷേ നീ ഇവിടുന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നേരെ പോയി കുറെ ഓൺലൈൻ ചാനലുകാരെ വിളിച്ചോണ്ട് വരും. എന്നിട്ട് പ്രൊഡ്യൂസറുടെ കസ്റ്റഡിയിൽ ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടുകളെന്നും പറഞ്ഞ് നീ ഒരു ഇന്റർവ്യൂ കൊടുക്കും. ഞങ്ങൾ പെട്ടില്ലേ? ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. എനിക്ക് വിശ്വാസമില്ല. ഈ ഭൂമിയിൽ ഒരുത്തനെ പോലും ഞാൻ വിശ്വസിക്കുകയില്ല. അതുകൊണ്ട് എന്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയാ ഞാൻ ഇത് ഒപ്പിട്ട് വാങ്ങിക്കുന്നത്. സർ, ഇതിലൊക്കെ ഭേദം എന്നെ വിട്ടയക്കുന്നതാ. നിങ്ങൾക്ക് പണം തരാമെന്ന് ഞാൻ ഉറപ്പ് പറഞ്ഞില്ലേ? തരാമെന്ന് പറഞ്ഞ പണം തരാതിരുന്നിട്ട് ഞാൻ ഉറപ്പ് പറഞ്ഞില്ലെന്ന് ചോദിക്കുമ്പോൾ ചിരിക്കാനല്ലേ പറ്റൂ? ഒപ്പിട്. എടി, ഒപ്പിടാൻ.
നല്ല നിലയ്ക്ക് പറയുന്നതനുസരിച്ച് നിനക്ക് മുമ്പോട്ട് പോകാമെങ്കിൽ നിനക്കിവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അതല്ല, മറിച്ചാണെങ്കിൽ മോള് വേദനിക്കും.